അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഅറാഫിലെ 126-ാമത്തെ ആയത്തിലെ ഒരു ദുആയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. ഈ ദുആയുടെ പശ്ചാത്തലം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഫിർഔന്റെ സന്നിധിയിലെത്തിയ മൂസാ നബി. അവിടെ മൂസാ നബിയെ പരാജയപ്പെടുത്താനായിട്ട് വമ്പിച്ച പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ഫിർഔൻ ഏർപ്പാടാക്കിയിരിക്കുന്ന കുറേ ജാലവിദ്യക്കാർ. എന്നാൽ അള്ളാഹുവിൻ്റെ മൗജിസത്ത് കൊണ്ട് മൂസാ നബി അവരെയൊക്കെ പരാജയപ്പെടുത്തി. മൂസാ നബി മനസ്സിലാക്കിയ ആ ജാലവിദ്യക്കാർ അള്ളാഹുവിൽ വിശ്വസിച്ചു. ഇതറിഞ്ഞ കോപാകുലനായ ഫിർഔൻ കൊടിയ പീഡനങ്ങളിലൂടെ അവരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കി. എന്നാൽ വിശ്വാസം ഉള്ളിൽ ദൃഢപ്പെട്ട അവരെ സംബന്ധിച്ച് ഈ ഭീഷണിയൊന്നും വിലപ്പോയില്ല. മരിക്കുമെന്ന് ഉറപ്പായ അവർ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മിനൽ മുസ്ലിമീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ഒഴിച്ചു നൽകണമേ, ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കി മരിപ്പിക്കുകയും ചെയ്യണമേ. ഇവിടെ കൈകാലുകൾ ഛേദിച്ച് വളരെ ക്രൂരമായ രീതിയിൽ കുരിശുമരണം ഏൽക്കേണ്ടി വരുമെന്നുള്ളതിനാൽ അവരെ സംബന്ധിച്ച് അത്യധികം ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ ക്ഷമ വർഷിപ്പിക്കണേ എന്ന് ദുആ ചെയ്തത്. മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ധാരാളം സഹോദരന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളിലേക്ക് അത്തരമൊരു അവസ്ഥ വന്നുപെട്ടിട്ടില്ല. എങ്കിലും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഈ ദുആ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ചുറ്റിലുമുള്ള അധാർമികമായ സാഹചര്യം നമ്മളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. മോഹിപ്പിക്കുന്നതൊക്കെയും ചുറ്റിലും ഉണ്ടായിരിക്കെ തെറ്റ് ചെയ്യാതിരിക്കുക എന്നത് ക്ഷമയുടെ ഒരു ഭാഗം തന്നെയാണ്. അതിരുകവിഞ്ഞ സന്തോഷങ്ങളും ആനന്ദങ്ങൾക്കും ഒക്കെയുള്ള സാഹചര്യങ്ങളൊക്കെയും നമുക്കുള്ള പരീക്ഷണങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. അധാർമികമായ ജീവിതത്തിലേക്ക് വഴുതി പോകാതെ തഖ്വയെന്ന സഹനപർവ്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുസ്ലിമായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാൻ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഒപ്പം അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.